Good morning, students. നമ്മളിപ്പോൾ curves ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് curves പഠിച്ചു. അതുപോലെ ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് curves, ബോത്ത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് curves പഠിച്ചു. അതുപോലെ വാട്ട് ഈസ് എ റിവേഴ്സ് കർവിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഹൗ ടു സെറ്റ് ഔട്ട് എ കർവ്. ഒരു ഗ്രൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ റേഡിയസിലുള്ള കർവ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി ദർ ആർ ടു ടൈപ്സ് ഓഫ് സെറ്റിംഗ് ഔട്ട് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആംഗുലർ മെത്തേഡ്. ഓക്കെ, ലീനിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് ലീനിയർ മെഷർമെൻറ്റ്സ് ഓൺലി നമ്മൾ കർവ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയും. അതുപോലെ ഇഫ് യു ആർ യൂസിങ് ആംഗിൾ മെഷർമെൻറ്റ്സ് ഫോർ സെറ്റിംഗ് ഔട്ട് കർവ്സ് ഇറ്റ് ഈസ് നോൺ ആസ് ആംഗുലർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ആംഗുലർ മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. സോ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആംഗുലർ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്. ആൻഡ് ഹിയർ ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് Rankine'S method of deflection angle. Second one, two theodolite method. And third one is tachyometric method. ഓക്കെ, അപ്പോൾ ഇതിൽ Rankine'S മെത്തേഡാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Rankine'S method of deflection angle. It is also known as Rankine'S method of tangential angle. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് പറയുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് എ ഡിഫ്ലക്ഷൻ ആംഗിൾ ടു എനി പോയിൻ്റ് ഓൺ എ കർവ് ആൻഡ് വാട്ട് ഈസ് എ ടാൻജൻഷ്യൽ ആംഗിൾ ഓഫ് എനി പോയിൻ്റ് ഇൻ എ കർവ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ആ കർവിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ഫ്രം ദ പോയിൻ്റ് ഓഫ് കർവ്. പോയിൻ്റ് ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഓഫ് കർവ്. കർവിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. ആ കർവിൽ നിന്നൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ ടാൻജൻറ്റും നമ്മുടെ ഈ പോയിൻ്റ് ഓഫ് കർവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നൊരു ലൈൻ, ഈ രണ്ട് ലൈൻസും തമ്മിലുണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ഫ്രം ദ പോയിൻ്റ് ഓഫ് കർവ് ആൻഡ് ദ ലൈൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദ പോയിൻ്റ് ടു ദ പോയിൻ്റ് ഓഫ് കർവ്, അത് രണ്ടും തമ്മിലുണ്ടാകുന്ന ആംഗിൾ. ഓക്കെ, അതുപോലെ ടാൻജൻഷ്യൽ ആംഗിൾ, അതായത് നമുക്കൊരു കർവ് തന്നെ എടുക്കാം. ഇതിൽ രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. സെക്കൻഡ് പോയിൻറ്റിൻ്റെ ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദ പോയിൻ്റ് ടു ദ പോയിൻ്റ് ഓഫ് കർവ് ഫ്രം ദ പ്രീവിയസ് ലൈൻ ഓഫ് ദ പ്രീവിയസ് പോയിൻ്റ്. ഇതിന് മുമ്പത്തെ ആ പോയിൻ്റ് നമ്മൾ പോയിൻ്റ് ഓഫ് കർവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ, ആ ലൈൻ ഈ ലൈനിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു അതിൽ ടാൻജൻഷ്യൽ ആംഗിളും ഡിഫ്ലക്ഷൻ ആംഗിളും സെയിം ആണ് അല്ലേ. അതിന് മുമ്പ് പ്രീവിയസ് ലൈൻ തന്നെ, പ്രീവിയസ് പോയിൻ്റ് തന്നെയാണ് പോയിൻ്റ് ഓഫ് കർവ്. അപ്പോൾ അതിൽ ടാൻജൻഷ്യൽ ആംഗിൾ വിൽ ബി ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ആംഗിൾ. സെക്കൻഡ് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പോയിൻറ്റിൽ ആ ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ടാൻജൻഷ്യൽ ആംഗിൾ. അപ്പോൾ ഈ സെക്കൻഡ് പോയിൻ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ദ സെക്കൻഡ് പോയിൻ്റ് വിൽ ബി, അതും ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ പോയിൻ്റ് ഓഫ് കർവ് എന്നില്ല ടാൻജൻറ്റിൽ നിന്ന് ഈ ലൈനിലേക്ക്, നമ്മുടെ ഈ പോയിൻറ്റിൻ്റെ ഈ ലൈനിലേക്ക് ഉണ്ടാകുന്ന ആംഗിളാണ്. സോ ഇറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഡെൽറ്റ. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ 2. ഓക്കെ, so delta 2 will be equal to, it will be the sum of tangential angles. ഓക്കെ, കണ്ടിന്യൂസ് ആയി വരുന്ന രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദ പ്രീവിയസ് ടു ടാൻജൻഷ്യൽ ആംഗിൾ. ഡെൽറ്റ 2 will be equal to, delta 1 will be equal to del 1 and deflection angle delta 2 will be equal to del 1 plus del 2. അതുപോലെ delta 3 will be equal to del 1 plus del 2 plus
del 3. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഡിഫ്ലക്ഷൻ ആംഗിൾ ആൻഡ് ടാൻജൻഷ്യൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റാങ്കൈൻസ് മെത്തേഡിൽ കർവ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കർവ് സെറ്റ് ചെയ്തൊരു കംപ്ലീറ്റഡ് ഫിയർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താ അറിയുന്നുണ്ടാവും, വി ഹാവ് ടു ഡ്രോ എ കർവ്, അല്ലെങ്കിൽ വി ഹാവ് ടു സെറ്റ് എ കർവ് ഓഫ് പെർട്ടിക്കുലർ റേഡിയസ് നമുക്കറിയുന്നുണ്ടാവും. അതുപോലെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈക്വൽ ടാൻജൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും കിട്ടും. ഓക്കെ, നമുക്ക് ആ ഡിഫ്ലക്ഷൻ ആംഗിൾ അറിയാം. ഇത് രണ്ടും ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താ പറയുക, ഡെൽറ്റ, ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കർവ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ആംഗിളും ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ അല്ലേ. രണ്ട് ടാൻജൻസും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തുണ്ടാകുന്ന ഈ ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ആ ആംഗിൾ തന്നെയായിരിക്കും നമ്മൾ ഈ രണ്ട് റേഡിയൽ ലൈനും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളും ഡെൽറ്റ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ റേഡിയസും ഡിഫ്ലക്ഷൻ ആംഗിൾ അറിയുമെങ്കിൽ വി വിൽ നോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് കർവ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ആർ ഇൻറ്റു ഡെൽറ്റ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈ കർവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ കർവിന് ഈ ലെങ്ത് നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ സ്യൂട്ടബിളായിട്ട് നമ്പർ ഓഫ് സബ് കോഡ്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. ആ ടോട്ടൽ ലെങ്ത്തിനെ ഇത്ര സബ് കോഡാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കണ്ടീഷൻ ഉണ്ടാവും. ഈ സബ് കോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടീഷൻ വരും. നമുക്ക് സാധാരണ 20 മീറ്റർ സബ് കോഡോ 30 മീറ്റർ സബ് കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ പെർട്ടിക്കുലർ മീറ്റർ സബ് കോഡ് എന്ന് പറയും, പെഗ് ഇൻ്റർവെൽ എന്ന് പറയും. പെഗ് ഇൻ്റർവെൽ ഓഫ് 20 മീറ്റർ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് സബ് കോഡ്സ് ഓഫ് ലെങ്ത്ത് 20 മീറ്റർ. ഓക്കെ, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന C1, C2, C3 ഇതെല്ലാം സബ് കോഡ്സാണ്. ആ സബ് കോഡ്സിൻ്റെ എൻഡ് പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നത്, അതെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവസാനം ഈ കർവ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സബ് കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും സബ് കോഡ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ we will designate tangential angle as del and deflection angle as delta. And നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫ്ലക്ഷൻ ആംഗിളും ടാൻജൻഷ്യൽ ആംഗിളും തമ്മിൽ റിലേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ കോഡ് ലെങ്ത് അറിയുമെങ്കിൽ, നമ്മളിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞു നമ്പർ ഓഫ് കോഡ്സ് ആക്കി ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ ഈ ഫസ്റ്റ് കോഡും ലാസ്റ്റ് കോഡിൻ്റെയും ലെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള റിമൈനിങ് കോഡ്സ്, ഇൻ്റർമീഡിയറ്റായി വരുന്ന ബാക്കി എല്ലാ കോഡ്സിൻ്റെയും ലെങ്ത് വിൽ ബി സെയിം. അതാണ് നേരത്തെ പറഞ്ഞ ആ പെഗ് ഇൻ്റർവെൽ സെയിം ആക്കി വെക്കും. എല്ലാ ഇൻ്റർമീഡിയറ്റായിട്ട് വരുന്ന എല്ലാ കോഡ്സും നമ്മൾ സെയിം ആക്കി വെക്കും. പക്ഷേ നമ്മുടെ കർവിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഏറ്റവും ഫസ്റ്റത്തതും ലാസ്റ്റത്തതും നമുക്ക് ആ സെയിം വാല്യൂ തന്നെ എടുക്കാൻ പറ്റണമെന്നില്ല അല്ലേ. നമ്മൾ കർവിൻ്റെ ലെങ്ത്ത് ആ 20 ഇപ്പോൾ 20 എടുക്കുന്നെങ്കിൽ കറക്റ്റ് 20 ആയിട്ട് എൻഡ് ചെയ്യണമെന്നില്ല, 20 മൾട്ടിപ്ലൈ എൻഡ് ചെയ്യണമെന്നില്ല. സോ ഫസ്റ്റത്തതും ലാസ്റ്റത്തതും ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ബാക്കി റിമൈനിങ് എല്ലാം നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എത്രയാണോ പെഗ് ഇൻ്റർവെൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് ലെങ്ത് അറിയാം, C1, C2 അതെല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ അതറിയുമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആംഗിൾ ഫോർ ഈച്ച് കോഡ്സ്. നമ്മൾ കോഡ് ലെങ്ത് കണ്ടുപിടിക്കും ആദ്യം. ആ കോഡ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കോഡ് ലെങ്ത്തും എത്ര ആംഗിളിലാണ് നിൽക്കുന്നതെന്നില്ല കാര്യം അറിയണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തൊരു റിലേഷൻ ഉണ്ട്. ഇഫ് യു നോ ദ ലെങ്ത് ഓഫ് കോഡ് ദെൻ വി ക്യാൻ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആംഗിൾ ഫോർ ദാറ്റ് കോഡ്. ഓക്കെ, 1817.9 C1/R മിനിറ്റ്സിലാണ് ഫസ്റ്റത്തെ ടാൻജൻഷ്യൽ ആംഗിൾ വരുന്നത്.
അതെങ്ങനെയാണ് ഡിറൈവ് എടുത്ത് വന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ലെങ്ത് ഓഫ് കോഡ് C1 ആണ് ലെങ്ത് ഓഫ് കോഡെങ്കിൽ ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2 times Δ1 ആയിരിക്കും. അത് ട്രയാങ്കിളിൻ്റെ റിലേഷൻ വെച്ചിട്ട്, അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ ടാൻജൻ്റ് ഒരു ഉണ്ടാക്കുന്ന ആംഗിൾ Δ1 ആണെങ്കിൽ അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വിൽ ബി 2 times that ഡെൽറ്റ. ഓക്കെ, അത് നമുക്കറിയാം. നമ്മൾ ഈ ഫസ്റ്റ് കേസ് മാത്രമാണ് നോക്കുന്നത്, ഇത് മാത്രമാണ് ഇപ്പം നോക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ മേക്ക് എ ആംഗിൾ 2 ഡെൽറ്റ. സോ നമുക്കറിയാം കോഡ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ് അല്ലേ. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത് C1 ഈസ് ഈക്വൽ ടു 2 Δ1 ഇൻറ്റു R. ഇത് കോഡ് ലെങ്ത്തും ആർക്ക് ലെങ്ത്തും സെയിം ആണെന്ന് എസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റിലേഷൻ എടുക്കുന്നത്. ഇപ്പോൾ 2 Δ1 ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് കോഡ് എന്താണെന്ന് അറിയും. സോ അതിൽ നിന്ന് നമ്മൾ ദിസ് ഈസ് ദ കേസ് വെൻ Δ1 ഈസ് ഇൻ റേഡിയനിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അത് കിട്ടും. അതേസമയം ഇഫ് Δ1 ഈസ് ഇൻ ഡിഗ്രീസ്, നമ്മളെടുക്കുന്ന Δ1 ഡിഗ്രീസ് ആണെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് π/180. സോ റീഅറേഞ്ചിങ് ദ ഇക്വേഷൻ we can find Δ1 is equal to C1/2R into 180/π in degrees. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ബൈ 16 കൂടി ചെയ്യുമ്പോൾ ഇൻ മിനിറ്റ്സിൽ നമുക്ക് കിട്ടും. അതിനെ ഷോർട്ടനിങ് ചെയ്യുമ്പോൾ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we will get this relation. Tangential angle delta is equal to 1718.9 C1/R minutes. ഓക്കെ, നമുക്ക് ഡെറിവേഷൻ അല്ല, നമുക്ക് ഈ ഫൈനൽ ഇക്വേഷൻ ഇതാണ് നമുക്ക് പ്രോബ്ലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഓക്കെ, അതേസമയം നമുക്കിപ്പോൾ തിയറിയാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഈ ഡെറിവേഷൻ അടക്കം എഴുതാം. പക്ഷേ നമുക്കിപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെർ C ഈസ് ദ ലെങ്ത് ഓഫ് കോഡ് ആൻഡ് R ഈസ് ദ റേഡിയസ് ഓഫ് ദ കർവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ഓഫ് കോഡ്സ് ആക്കി ഡിവൈഡ് ചെയ്തു, സച്ച് ദാറ്റ് the first and last chords are having different length and the intermediate chords are having a same length. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ പോയിന്റിൽ നമ്മളെ തിയോഡലൈറ്റ് വെച്ചിട്ട് നമ്മളെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലേക്ക് സൈറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആംഗിളെല്ലാം ഹൊറിസോണ്ടൽ ആംഗിളെല്ലാം 0 ആക്കി വെച്ച് സെറ്റ് ചെയ്യും. ബോത്ത് അപ്പർ ക്ലാമ്പ് സ്ക്രൂ ആൻഡ് ലോവർ ക്ലാമ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓൾറെഡി Δ1 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 1718.9 നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, Δ1 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കണ്ടുപിടിച്ച Δ1 നമ്മളെ തിയോഡലൈറ്റിൽ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് തിയോഡലൈറ്റ് റൊട്ടേറ്റ് ചെയ്യും, സച്ച് ദാറ്റ് നൗ ദ തിയോഡലൈറ്റ് ഈസ് സൈറ്റിംഗ് ടുവേർഡ്സ് ദാറ്റ് ആംഗിൾ. Δ1 എന്ന് പറഞ്ഞ ആംഗിളിൽ തിരിച്ചു വെച്ചിട്ടാണുള്ളത്. നമുക്ക് ഡിസ്റ്റൻസ് അറിയില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ആംഗിൾ ആ സൈറ്റ് ചെയ്തിരിക്കുന്ന തിയോഡലൈറ്റിൽ നമ്മൾ ഒരു ഏറോ, നമ്മൾ ലെങ്ത്ത് C1 അറിയാമല്ലോ, ആ C1 ലെങ്ത്തിൽ നമ്മളൊരു ഏറോ നമുക്ക് ഈ തിയോഡലൈറ്റിൽ കാണുന്ന രീതിയിൽ നമ്മൾ മൂവ് ചെയ്യിക്കും. ഓക്കെ, നമ്മുടെ തിയോഡലൈറ്റിൻ്റെ സൈറ്റിൽ വരുന്ന രീതിയിൽ ഒരാൾ എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. ആ പെർട്ടിക്കുലർ ലെങ്ത്തിൽ വിത്ത് സെൻറ്റർ എസ് T1 ഹി വിൽ മൂവ് ലൈക്ക് ദിസ്, സച്ച് ദാറ്റ് അറ്റ് വാട്ട് പെർട്ടിക്കുലർ പോയിൻറ്റിൽ നമ്മുടെ തിയോഡലൈറ്റിൻ്റെ സൈറ്റിലേക്ക് എത്തും. ഓക്കെ, കറക്റ്റ് നമുക്ക് ആ ലെങ്ത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിൻറ്റിൽ സ്റ്റോപ്പ് ചെയ്യും. സോ ദാറ്റ് പോയിൻറ്റ് വിൽ ബി ദ ഫസ്റ്റ് പോയിൻറ്റ് എ. ഓക്കെ, നമ്മൾ ആദ്യം തിയോഡലൈറ്റിൽ ആ ആംഗിൾ സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ആ പെർട്ടിക്കുലർ ലെങ്ത്തിൽ ഒരു ഏറോ പിടിച്ചിട്ട് ഒരു സർവേയർ മൂവ് ചെയ്യും, സച്ച് ദാറ്റ് ഹി വിൽ ബി സീൻ ത്രൂ ദ ക്രോസ് ഹെയർസ് ഇൻ ദ തിയോഡലൈറ്റിൽ ക്രോസ് ഹെയർസ് ഉണ്ട്. ആ ക്രോസ് ഹെയറിൽ കൂടെ കാണുന്ന രീതിയിൽ അയാൾ നടക്കും അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. ആ പെർട്ടിക്കുലർ ലെങ്ത്തിൽ C1 എന്ന ലെങ്ത്തിൽ നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആ പോയിൻ്റ് സെറ്റ് ചെയ്യാം. സിമിലർലി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് ദ ഇൻസ്ട്രുമെൻറ്റ്
സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഡിസ്റ്റൻസ്, അടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? C2. ഇപ്പോൾ നമ്മൾ ആംഗിൾ തിയോഡലൈറ്റ് സൈറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, Δ1. അതിൻ്റെ കൂടെ നമ്മൾ Δ2 ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് C2 അറിയുന്നത് കൊണ്ട് യൂസിങ് ദ ഇക്വേഷൻ വി വിൽ ഫൈൻഡ് Δ2 ആൻഡ് Δ2 കണ്ടുപിടിച്ചതിന് ശേഷം വി വിൽ ഫൈൻഡ് Δ2 as Δ1 പ്ലസ് Δ2. അത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കറിയാം, പെർട്ടിക്കുലർ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ആ ആംഗിളിന് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ നമ്മൾ സബ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, തിയോഡലൈറ്റിലിപ്പോൾ ഇതാണ് 0. 0 എന്നിപ്പോൾ ഒരു ആംഗിൾ ആദ്യം കിട്ടി Δ1. അതിൻ്റെ കൂടെ കുറച്ച് ആംഗിൾ കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടി? Δ2 കിട്ടി. ഓക്കെ, ആ വാല്യൂവിൽ നമ്മൾ തിയോഡലൈറ്റ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിക്കും. Now the instrument, now the theodolite will be sighting in this direction. Okay, ലെങ്ത് നമുക്ക് ആ ഡയറക്ഷനിൽ ലെങ്ത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു സ്ട്രിങ് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സർവേയർ ദാറ്റ് സ്ട്രിങ് വിൽ ഹാവ് എ ലെങ്ത് ഓഫ് C2 പറഞ്ഞ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും സച്ച് ദാറ്റ് ഹി വിൽ ബി സീൻ ത്രൂ ദ പെർട്ടിക്കുലർ പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഡയറക്ഷനിൽ നമ്മൾ ആ സ്ട്രിങ് വരുന്ന സമയത്ത്, നമ്മുടെ എയറോ ആ പോയിന്റ് വരുന്ന സമയത്ത് തിയോഡലൈറ്റിൻ്റെ ക്രോസ് എയറിൽ കാണാൻ പറ്റും, തിയോഡലൈറ്റിൻ്റെ ഐ പീസിലൂടെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഹി വിൽ ബി ബൈസെക്റ്റഡ് ത്രൂ ദ ക്രോസ് ഹെയർസ് ഇൻ ദ തിയോഡലൈറ്റ്. അപ്പോൾ അവിടെ നിൽക്കാൻ പറയും. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ പോയിന്റ് B. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ Δ2. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അവസാനം ഫൈനൽ പോയിന്റ് T2-ലെത്തും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് ഔട്ട് യൂസിങ് Rankine'S മെത്തേഡ്. ഓക്കെ, നമ്മളതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും? വി വിൽ സെറ്റ് ഔട്ട് ഫസ്റ്റ് പോയിന്റ് T1 ആൻഡ് ലാസ്റ്റ് പോയിന്റ് T2. അതിനുശേഷം സെറ്റ് ദ തിയോഡലൈറ്റ് അറ്റ് T1 നമ്മൾ തിയോഡലൈറ്റ് വെക്കുന്നു. പിന്നെന്താണ്? വിത്ത് ബോത്ത് ദ പ്ലേറ്റ്സ് ക്ലാംപ്ഡ് ടു 0. രണ്ട് പ്ലേറ്റ്, അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ക്ലാമ്പ് ചെയ്തു ആൻഡ് ദ ആംഗിൾ ഈസ് മെയ്ഡ് 0. ദെൻ ഡയറക്റ്റ് ദ ടെലിസ്കോപ്പ് ടു ബൈസെക്റ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നോക്കി 0 ആക്കി. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നോക്കി ആംഗിൾ 0 ആക്കി. ഓക്കെ, now release the upper clamp screw and set the angle Δ1. Δ1 എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആംഗിൾ Δ1 എന്ന് പറഞ്ഞ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മുടെ തിയോഡലൈറ്റ്. ആൻഡ് വിത്ത് 0 end of the tap pointed at T1 and an arrow held at a distance C1. ഓക്കെ, നമ്മൾ പറഞ്ഞു A1 എന്ന് ഒരു ഡിസ്റ്റൻസ് C1 ആ ലെങ്ത്തിൽ ഒരു ആരോ മൂവ് ചെയ്യിക്കും. ആൻഡ് സ്വിങ് ദ ടാപ്പ് ടിൽ ദ arrow is bisected by the cross hairs of the theodolite. തിയോഡലൈറ്റിനകത്തെ ക്രോസ് ഹെയർസ് ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ arrow പ്ലേസ് ചെയ്യും. ഓക്കെ, ആൻഡ് റിലീസ് ദ അപ്പർ പ്ലേറ്റ് ആൻഡ് സെറ്റ് ദ സെക്കൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഫസ്റ്റ് പോയിന്റ് A കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അപ്പർ പ്ലേറ്റ് ലൂസ് ചെയ്തിട്ട് തിയോഡലൈറ്റ് വീണ്ടും തിരിക്കും അറ്റ് ആൻ ആംഗിൾ Δ2. ഓക്കെ, ഓൺ ദ വെർണിയർ so that the line of sight is directed along T1B യിൽ വരുന്ന രീതിയിൽ. ഓക്കെ, now the instrument will be sighting like this. ബിയിലേക്ക് സൈറ്റ് ചെയ്യുന്ന രീതിയിൽ. With 0 end of the tap pinned at A, an arrowhead is held at a distance C2 and swing the tap till the arrow is bisected by the crosshairs. Okay, same. And now repeat the steps till the last point T2 is reached. അപ്പോൾ നമുക്ക് ഈ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതോറും നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ഏതെല്ലാം? ഫസ്റ്റ് പോയിൻ്റ് T1 നമുക്ക് A കിട്ടി, എന് ശേഷം B കിട്ടി, ബിന് ശേഷം C കിട്ടി, പിന്നെ ലാസ്റ്റ് പോയിൻ്റ് T2. പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. Now what we will do? Now we will join these points and it will give the required curve in the field. Okay, നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, ഫീൽഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ പോയിൻറ്റും ഫീൽഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ പോയിൻ്റെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വരച്ച് കഴിഞ്ഞാൽ we will get that curve. Okay, so this is the Rankine'S method.
നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെയിനേജിലായിരിക്കും മെഷർമെൻറ്റ്സ് പറയുന്നത്. അതെന്താണെന്ന് പറയാം. 2 straight lines meeting at a chainage of 976.9 meter and at an intersection angle 157 degrees are to be connected by a simple curve of radius 202.22 meter. Calculate all the necessary data to set out a simple curve using theodolite of least count 20 seconds by the method of deflection angle or Rankine'S method. Okay, take a peg interval of 20 meter. കണ്ടോ, ഇവിടെ ഇപ്പം പെഗ് ഇൻ്റർവൽ 20 മീറ്റർ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ കോഡിൻ്റെ ഇൻ്റർമീഡിയറ്റ് കോഡ്സിൻ്റെ ലെങ്ത് ആണ് ആ പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2 straights മീറ്റിംഗ് അറ്റ് എ ചെയിനേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 straights എന്ന് പറയുന്നത്. ഇതാണ് 2 ടാൻജൻസ്, നമ്മുടെ കർവിൻ്റെ 2 ടാൻജൻസ്. ഇറ്റ് ഈസ് മീറ്റിംഗ് അറ്റ് എ ചെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എൻ ഇൻ്റർസെക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട് 157. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണ്, പോയിൻ്റ് ഓഫ് കർവ്. ഓക്കെ, അപ്പോൾ ചെയിനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മൾ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏതൊരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, അൺനോൺ പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റിൽ ചെയിനേജ് 976.9 മീറ്റർ ആണെന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 976 ഫ്രം സം അൺനോൺ പോയിൻ്റ്. ഓക്കെ, ചെയിനേജ് സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് 976.9 മീറ്റർ ദൂരത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കർവ് ഉള്ളത്. ദീസ് ആർ ദ ടാൻജൻസ്. ദിസ് ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ദിസ് ഈസ് ദ പോയിൻ്റ് ഓഫ് കർവ്. ദിസ് ഈസ് ദ പോയിൻ്റ് ഓഫ് ടാൻജൻസി. ദിസ് ഈസ് ദ റേഡിയസ്. അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് കർവ് അല്ല, ഈ ടാൻജൻറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഡിഫ്ലക്ഷൻ, ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് കിട്ടും അല്ലേ. സോ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 157. 180 മൈനസ് 157 അതായിരിക്കും നമ്മുടെ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ. എത്രയായിരിക്കും? 23 ഡിഗ്രീസ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. അത് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ഓക്കെ, ചെയിനേജ് ഓഫ് ദി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 976.9 മീറ്റർ ആണ്. ഓക്കെ, ഇൻ്റർസെക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 157 ആണ്. റേഡിയസ്, പെഗ് ഇൻ്റർവൽ, ഗിവൺ കാര്യങ്ങളാണ്. And now using this intersection angle we will find the deflection angle. Okay, so deflection angle will be equal to 180 minus intersection angle. It is 23 degrees. Okay, now find the tangent length. Tangent length കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ കർവിൽ ടാൻജൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. We have the relation r tan delta by 2. r tan delta by 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ടാൻജൻറ്റ് ലെങ്ത് കിട്ടും. ഓക്കെ, ടാൻജൻറ്റ് ലെങ്ത് എത്ര കിട്ടിയത്? 41.14 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ചെയിനേജ് എത്രയാണെന്നാണ് പറഞ്ഞത്. ഒരു വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ സർവേ ഡയറക്ഷൻ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് സർവേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ടാൻജൻറ്റിൻ്റെ വാല്യൂ 41.14 എന്ന് കിട്ടി. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. അതുപോലെ കർവ് ലെങ്ത്ത് r ഡെൽറ്റ ഇൻറ്റു പൈ ബൈ 180. അത് r ഇൻറ്റു ഡെൽറ്റ നമ്മളതിൽ ഡിഗ്രീസ് ആണുള്ളത്. ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് റിസൾട്ട് മീറ്ററിൽ കിട്ടും. ഓക്കെ, കർവ് ലെങ്ത്ത് 81.18 മീറ്റർ എന്ന് കിട്ടും. സോ കർവ് ലെങ്ത്തും കിട്ടി, ടാൻജൻറ്റ് ലെങ്ത്തും കിട്ടി. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വി വിൽ ഫൈൻഡ് സം ചെയിനേജസ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ചെയിനേജ്
ഇൻ്റർസെക്ഷനിൽ ഉണ്ടാകുന്ന ചെയിനേജ് എത്രയാണെന്ന് പറഞ്ഞത് 976.9 ആണ് ചെയിനേജ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവേ ഡയറക്ഷൻ ഏതാണ്? ഇതാണ് സർവേ ഡയറക്ഷൻ. സോ ടാൻജൻറ്റ് ലെങ്ത് എത്രയാണെന്ന്? ടാൻജൻറ്റ് ലെങ്ത് ഈസ് 41.4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 976 എന്ന് 41.4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ചെയിനേജ് ഓഫ് T1. അതായത് നമ്മൾ ഏതോ ഒരു പോയിന്റിൽ നിന്ന് സർവേ ചെയിനിങ് ചെയ്ത് വരുമ്പോൾ T1 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോഴുള്ള ചെയിനേജ് എന്ന് പറഞ്ഞാൽ ഈ 976 എന്ന് ടാൻജൻറ്റ് ലെങ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ 976.9 മൈനസ് 41.4 വിൽ ഗീവ് ദ ചെയിനേജ് അറ്റ് T1. സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ചെയിനേജ് കിട്ടും. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ചെയിനേജ് ഓഫ് T2. അതായത് നമ്മുടെ T1ൻ്റെ ചെയിനേജ് കിട്ടി. എത്രയാണ്? 935.76 മീറ്റർ അല്ലേ? ഇനി നമുക്ക് കർവിൻ്റെ ഫൈനൽ പോയിന്റ് T2ൻ്റെ ചെയിനേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വി ക്യാൻ ആഡ് ദ ചെയിനേജ് ഓഫ് T1 പ്ലസ് ദ ലെങ്ത് ഓഫ് ദ കർവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ചെയിനേജ് അറ്റ് T2. ഓക്കെ, സോ ചെയിനേജ് ഓഫ് T2 വിൽ ബി ഈക്വൽ ടു ചെയിനേജ് ഓഫ് T1 പ്ലസ് കർവ് ലെങ്ത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആഡ് ചെയ്തും കുറച്ചും കൂട്ടിയാലാണ് നമ്മൾ ചെയിനേജ് കണ്ടുപിടിക്കുന്നത്. സിമ്പിളാണ്. ചെയിനേജ് ഓഫ് T1 പ്ലസ് ചെയിനേജ് ഓഫ് കർവ് ലെങ്ത് വിൽ ഗിവ് ദ ചെയിനേജ് ഓഫ് T2. ഓക്കെ, കർവ് ലെങ്ത് നമ്മൾ തൊട്ടുമുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർഡർ തന്നെ ചെയ്തു പോവാം. ഓക്കെ, ഇനി നമ്മൾ ലെങ്ത് ഓഫ് ഇനീഷ്യൽ സബ് കോഡ്, നമ്മൾ ആദ്യത്തെ സബ് കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ആദ്യം ചെയിനേജ് ഓഫ് T1 എന്ന് പറഞ്ഞില്ലേ, ആ ചെയിനേജ് ഓഫ് T1 നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്യും. 940 എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്യും. തൊട്ടടുത്തുള്ള ഒരു ഹോൾ നമ്പർ, വലിയ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ പെഗ് ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 940 സെറ്റ് ചെയ്ത ശേഷം ആ 940 മൈനസ് ആക്ച്വൽ ചെയിനേജ് മൈനസ് ചെയ്യും. 940 നിന്ന് ആക്ച്വൽ ചെയിനേജ് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് ആയിരിക്കും നമ്മുടെ ലെങ്ത് ഓഫ് ഇനീഷ്യൽ സബ് കോഡ്. നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു ലെങ്ത് ഉണ്ടാവുമല്ലോ, ആ ലെങ്ത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ സബ്സ്ട്രാക്ട് ദ ചെയിനേജ് ഓഫ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് ഇനീഷ്യൽ സബ് കോഡ്. ഫസ്റ്റ് സബ് കോഡിൻ്റെ ലെങ്ത് കിട്ടി, C1 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ടോട്ടൽ എത്ര കോഡ്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെന്നതാണ് നോക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ എത്ര കോഡ്സ് വേണം, ഈ മൊത്തം കർവിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോഡ്സ് വേണം എന്നുള്ളതാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ടോട്ടൽ കർവ് ലെങ്ത് ഡിവൈഡഡ് ബൈ പെഗ് ഇൻ്റർവെൽ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 20 മീറ്റർ പെഗ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് 20. ഓക്കെ, ചിലപ്പോൾ അത് ക്വസ്റ്റ്യനിൽ 30 എന്നും പറയും. അപ്പോൾ 30 വെച്ച് ചെയ്യാം. അപ്പോൾ പെഗ് ഇൻ്റർവെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 4.059 കിട്ടി. നമ്മൾ അതിനെ കുറച്ചിട്ട് 4 നമ്പേഴ്സ് എന്ന് എടുത്തു. ഓക്കെ, ഒന്നാമത് നമ്മൾ ഈ ഫസ്റ്റും ലാസ്റ്റും കുറയാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചെറിയൊരു ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും കുറഞ്ഞ വാല്യൂസ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 നമ്പേഴ്സ് എടുത്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, ഇനിയും ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ 4 നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയിനേജ് എത്ര, ഈ 4 നമ്പർ ഓഫ് പെഗ് ഇൻ്റർവെൽ കൊടുക്കുമ്പോൾ എത്ര ചെയിനേജ് കവർ ചെയ്യുന്നില്ല നോക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തായി 940, അപ്പോൾ ഇതാണ് T1, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് T1 ആണ്. ഫസ്റ്റ് കോഡ് വരെയുള്ള ചെയിനേജ് കിട്ടി അല്ലേ? ഫസ്റ്റ് കോഡ് വരെയുള്ള ചെയിനേജ് എത്രയാണ്? 940 ആണ് അല്ലേ?
അപ്പോൾ 940ക്ക് ശേഷം ഇനി നമ്മൾ 4 കോഡ്സ് കൊടുക്കുമ്പോൾ, ഇനി നമ്മൾ 4 നമ്പർ ഓഫ് കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചെയിനേജ് എത്രയാവും? ചെയിനേജ് വിൽ ബി 1020. ഓക്കെ, 1020 ആവും. ബട്ട് ആക്ച്വൽ ചെയിനേജ് ഓഫ് T2ൻ്റെ ആക്ച്വൽ ചെയിനേജ് എത്രയാണ്? നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെയിനേജ് ഓഫ് T2 is 1016.94 അല്ലേ? പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയ ചെയിനേജ് എത്രയാണ്? ചെയിനേജ് കവേർഡ് ആ 20 പെഗ് ഇൻ്റർവൽസും കൊടുത്തു കഴിഞ്ഞാൽ 1020 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ടോട്ടൽ ഫുൾ കോഡ്സ് എടുക്കേണ്ടത് 3 എണ്ണം എടുക്കാം. 4 കുറച്ച് 3 എണ്ണം എടുക്കാം. അപ്പോൾ എത്ര ചെയിനേജ് കവർ ആവുന്നതെന്ന് നോക്കാം. സോ ദെൻ ദ ചെയിനേജ് കവേർഡ് വിൽ ബി 940. ആ ഫസ്റ്റ് കോഡിൻ്റെ ചെയിനേജ് 940 പ്ലസ് 3 times 20. 3 ഫുൾ കോഡ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1000 മീറ്റർ ചെയിനേജ് കിട്ടി. ഓക്കെ, പിന്നെ ബാക്കി എത്ര ഉള്ളത്? അപ്പം ഫസ്റ്റ് കോഡ് നമ്മളോട് എടുത്തു, ബാക്കി നമ്മൾ 3 സബ് കോഡ്സ് കൊടുത്തു. ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ T2-ലെത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ലെങ്ത് ഓഫ് കോഡാണ് കൊടുക്കേണ്ടതെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ടു ഫൈൻഡ് ദാറ്റ് നമ്മൾ വി വിൽ സബ്സ്ട്രാക്റ്റ്. എന്താ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ആ T2 ഫൈനൽ പോയിൻറ്റിൻ്റെ ചെയിനേജ് 1016.94 എന്ന് വി വിൽ സബ്സ്ട്രാക്ട് ദ ചെയിനേജ് ഓൾറെഡി കവേർഡ്. ഇതുവരെ കവർ ചെയ്തത് എത്രയാണ്? 1000 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് റിമൈനിങ് എത്രയാണ് വേണ്ടതെന്നുള്ളത് കിട്ടി. ചെയിനേജ് ഓഫ് ഫൈനൽ പോയിൻറ്റ് T2 ഈസ് 1016.94 അല്ലേ? അതിൽ നിന്ന് ഇതുവരെ കവർ ചെയ്തത് 1000 ആണ്. അപ്പം ബാക്കി റിമൈനിങ് വരുന്നത് 16.94 ആണ്. അതായിരിക്കും ആ ഫൈനൽ കോഡിൻ്റെ ലെങ്ത്ത്. ഓക്കെ, C1 ആദ്യത്തെ C1, പിന്നെ 3 എണ്ണം വന്നു, C2, C3, C4 അല്ലേ? C2, C3, C4 ടോട്ടൽ 4. അവസാനത്തെ ഒന്ന് C5. 5 കോഡ്സ് ടോട്ടലുണ്ട്. ഓക്കെ, 3 ഇൻ്റർമീഡിയറ്റും പിന്നെ ഫസ്റ്റും ലാസ്റ്റും. അപ്പോൾ അതായിരിക്കും ലെങ്ത് ഓഫ് ഫൈനൽ കോഡ് വിൽ ബി ഈക്വൽ ടു 16.94. അപ്പോൾ നമുക്ക് കോഡിൻ്റെ ലെങ്ത് എല്ലാം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? യൂസിങ് ദീസ് കോഡ് ലെങ്ത് വി വിൽ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ആൻഡ് ടാൻജൻഷ്യൽ ആംഗിൾ. ആദ്യം ടാൻജൻഷ്യൽ ആംഗിൾ കണ്ടുപിടിക്കും. യൂസിങ് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, സോ കിട്ടിയ കോഡ് ലെങ്ത് എല്ലാം എഴുതാം. C1 4.24, C2, C3, C4 20 മീറ്റർ ആണ് പെഗ് ഇൻ്റർവെൽ. ലാസ്റ്റ് കോഡിൻ്റെത് 16.94. ക്ലിയർ അല്ലേ? സോ യൂസിങ് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആംഗിൾ. Δ1 എത്ര കിട്ടിയത്? നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് 36.04 മിനിറ്റ് എന്ന് കിട്ടി. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ചെയ്യുമ്പം ഡിഗ്രിയിൽ തന്നെ കിട്ടണം അല്ലേ? ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് ആ റേഞ്ചിൽ തന്നെ കിട്ടണം. ഫോർ ദാറ്റ് വി ആർ ഡിവൈഡിങ് ഇറ്റ് വിത്ത് 60 ആൻഡ് വി ഗോട്ട് എ വാല്യൂ 0.6 എന്ന് കിട്ടി. അത് നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് 0.6 എന്നാണ് കിട്ടിയത്. അതിന് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടി? 0 ഡിഗ്രി 36 മിനിറ്റ് 2.4 എന്ന് കിട്ടും. ഓക്കെ, നമ്മളെ കാൽക്കുലേറ്ററിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 0.6 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.6 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ഡിഗ്രീൻ്റെ ഒരു ചിഹ്നം കാണും. ആ ഡിഗ്രിയുടെ ചിഹ്നം ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ദ വാല്യൂ വിൽ ബി ഗിവൺ ഇൻ ദിസ് വാല്യൂ 0 ഡിഗ്രി 36 മിനിറ്റ് 2.4 സെക്കൻഡ്സ്. ഇതെല്ലാവരും ചെയ്ത് നോക്കാം. ഇതിങ്ങനെ തന്നെ കിട്ടുന്നുള്ളത് വെരിഫൈ ചെയ്യുക. അറിയാത്തവർ ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന ഡിഫ്ലക്ഷൻ ടാൻജൻഷ്യൽ ആംഗിൾ Δ2 to Δ4 എല്ലാത്തിനെയും C2 എത്രയാണ്? 20 ആണ്. 20 വെച്ച് ചെയ്യുക. റേഡിയസ് എല്ലാത്തിനും സെയിം ആണ്. എന്ത് കിട്ടും? നമ്മളത് നേരിട്ട് ബൈ 60 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ 2.83. ആൻഡ് അതിനുശേഷം ഡിഗ്രി ക്ലിക്ക് ചെയ്യുമ്പോൾ, കാൽക്കുലേറ്ററിൽ ഡിഗ്രി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ഇൻ 2 degrees 50 minutes 0.18 seconds. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ടാൻജൻഷ്യൽ ആംഗിൾ Δ5 അതും ചെയ്യുക. അതിൽ നമുക്കൊരു ആംഗിൾ കിട്ടും. സോ യൂസിങ് ദീസ് ടാൻജൻഷ്യൽ ആംഗിൾ വി ക്യാൻ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾസ്. ഓക്കെ, Δ1 എന്ന് പറയുന്നത് Δ1 തന്നെയായിരിക്കും. ആൻഡ് Δ2 വിൽ ബി ഈക്വൽ ടു
del 1 plus del 2. ഇതെല്ലാം എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. Similarly, delta 3 will be equal to del 1 plus del 2 plus del 3 and find the remaining also. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ആംഗിൾസ് ടു സെറ്റ് ദ കർവ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കാം.